ഇനി കലകളാരവത്തിന്റെ സമയമാണ്. തലസ്ഥാന നഗരിയിൽ കലാമാമാങ്കത്തിന് ഇന്ന് തിരിതെളിയും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന വേദിയിൽ മുണ്ടക്കായി ചൂരൽമല ദുരന്തം ബാധിച്ച വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ സംഘനൃത്തം അവതരിപ്പിക്കും. കലോത്സവ നഗരിയിൽ നിന്ന് സേതു ലക്ഷ്മിയുടെ വിശദാംശങ്ങളുമായി. സേതു, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം എല്ലാ തരത്തിലും സജ്ജമായി കഴിഞ്ഞു എന്നറിയാം. കലോത്സവത്തെ വരവേൽക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? കുട്ടികളൊക്കെ വന്നു തുടങ്ങിയോ? ആതിര, ഗുഡ് മോർണിംഗ്. സത്യം പറയാം എൻ്റെ ആതിര, ഇതൊരു ചോദ്യമേ അല്ല. കാരണം തിരുവനന്തപുരം ഒരുങ്ങിയോന്നോ? തിരുവനന്തപുരം ഇവിടെ ഒരുങ്ങാനെന്നല്ല, ഒരുക്കത്തിനപ്പുറം എന്തൊരു വാക്കുണ്ടോ അതാണ് പറയേണ്ടത്. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൗമാരകലയുടെ വൻ മാമാങ്കത്തിന് അല്പസമയത്തിനകം കൊടിയേറും. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ MJ നിലയ്ക്ക് മുന്നിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ വൻ കൊടിമരം. തിരിഞ്ഞു നിൽക്കാൻ വയ്യ, കാരണം പടിയിലൊക്കെ ഒന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഈ വീണയുടെ ആകൃതിയിൽ, അതായത് 15 അടി നീളമാണ് കേട്ടോ ഇതിന്. ഈ 15 അടി ഉയരമുള്ള ഈ വീണയിൽ അല്പസമയത്തിനകം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അദ്ദേഹം പതാക ഉയർത്തും. അതോടുകൂടി കൗമാരകലയുടെ മെഗാ മാമാങ്കത്തിന് ഇവിടെ പ്രൗഢോജ്വലമായ തുടക്കമാവാൻ പോവുകയാണ്. പിന്നെ തിരുവനന്തപുരം ഒരുങ്ങിയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ഫുൾ ഒരുങ്ങി. നഗരം രാത്രി നമ്മൾ ഈ സാധാരണ തിരുവനന്തപുരം നഗരം ഉറങ്ങാതിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വൻ ഇവൻറ്റുകളൊക്കെ വരുന്ന സമയത്താണ്. ഇപ്പോൾ ഈ ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, ന്യൂ ഇയർ വരുമ്പോൾ, പിന്നെ മറ്റേ നമ്മുടെ തിരുവനന്തപുരത്തിന് വലിയ വേറൊരു ആഘോഷമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെയാണ് തിരുവനന്തപുരം അങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്. പക്ഷേ ഇന്നലെ മുതൽ, അല്ലെങ്കിൽ ഇന്നലേക്ക് തലേ ദിവസം മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാവരും ഇവിടെ ഫുൾ ഓണാണ്. പിന്നെ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്, അധ്യാപകരെത്തിയിട്ടുണ്ട്. അങ്ങനെ കൗമാരകലയുടെ കലാമാമാങ്കത്തിന് ഇവിടെ പ്രൗഢോജ്വലമായ തുടക്കമാവാൻ ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ന്യൂസ് മലയാളം ടീമും ഇവിടെ വൻ സജ്ജമാണ്. നമ്മളിവിടെ വൻ സെറ്റപ്പിലൊക്കെ നമ്മുടെ ഈ കലകളാരവത്തിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പല സ്ഥലത്തായിട്ടുണ്ട്. ബിനിലുണ്ട്, നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മെയിൻ വേദിയിൽ ബിനിലുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കലവറയില്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ കലവറയ്ക്ക് മുൻപിൽ നമ്മുടെ സഹിന ആൻ്റണി ഉണ്ട്. അപ്പം അവരിലേക്കൊക്കെ പോവാം. അതിന് മുൻപ് നമ്മുടെ ഈ മെയിൻ വേദി പറയാം. മെയിൻ വേദി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയമാണ് മെയിൻ വേദി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ MT നില ആദ്യം എന്ന് വെച്ചാൽ ഇത്തവണത്തെ ഈ 25 വേദികളുണ്ട്. ഈ 25 വേദികളിൽ 24 വേദികളിലാണ് ഇന്നിപ്പോൾ മത്സരം നടക്കുന്നത്. അപ്പം ഓരോ വേദികൾക്കും ഈ പറയുന്ന പോലെ നദികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ നദികളുടെ പേരായിരുന്നു. അപ്പോൾ ആദ്യം ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മെയിൻ സ്റ്റേജ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആദ്യത്തെ പേര് ഭാരതപ്പുഴ എന്നായിരുന്നു. അതിനുശേഷം MT നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഇപ്പോൾ ഈ വേദി 1-ന് MT നില എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. MTയുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഉണ്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിലയാണ് എനിക്കിഷ്ടം. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ സെറ്റാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വൻ, നമുക്കതൊക്കെ കാണാം. ലിജോ ചേട്ടാ വായോ. നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ഒരു കുറവും വരുത്താതെ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. കോഴിക്കോട് നിന്ന് ഇവിടെ എത്തി കാലുകുത്തി. ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്, പക്ഷേ ഇവിടെ എന്നെക്കാട്ടി വൻ അറിവാണ് ലിജോ ചേട്ടന്. എങ്ങനെയുണ്ട്? വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു ആവേശത്തിലേക്ക് പോകാം. നമ്മളൊരു കുട്ടിയാവുന്നൊരു സമയമാണ്. അതായത് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആവേശമുള്ള സമയമാണ്. ഈ ആവേശം തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ എല്ലാവരും ഇവിടേക്ക് എത്തുന്നു. ഇനി ഇത് കുട്ടികളുടെ കളിയാണ്. ഇനി കുട്ടികളുടെ കളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി അത്രയും ഒരുക്കങ്ങൾ, അത്രയും വളരെ ഗൗരവമായ ഒരുക്കങ്ങൾ അതിൻ്റെ പുറകിൽ സർക്കാരും സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് 15,000-ഓളം കുട്ടികളെ പ്രതീക്ഷിക്കുകയാണ്. ഇനി തിരുവനന്തപുരം ടൗണിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, കുച്ചിപ്പുടി വേഷത്തിലും ഒപ്പനയായിട്ട് മണവാട്ടികളൊക്കെ ഓട്ടോറിക്ഷയിലും കാറിലും ബസ്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ തെരുവും ഈ നാടും എല്ലാം നഗരം എല്ലാം ഇനി കുട്ടികളെ കൊണ്ട് നിറയെ അവരുടെ ഒരു ആഘോഷത്തിൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. അതെ അതെ, കുറച്ച് കാലമായിട്ട് തിരുവനന്തപുരത്ത് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായി ഒരു ആവേശത്തിലേക്ക്
അതിൻ്റെ ഒരു പീക്കിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. പുതുവർഷത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷം വലിയ സങ്കടങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ് ആ ദുഃഖമൊക്കെ നമ്മൾ ഒരുപക്ഷെ മറക്കുകയാണ്. നമ്മൾ ഇപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ 9 മണിക്ക് പതാക ഉയർത്തലുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തും. അതിൽ നമ്മുടെ കാണാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒരു വൻ മഹാദുരന്തത്തെ അതിജീവിച്ചിരിക്കുകയാണ് നമ്മൾ കേരളക്കര ഒന്നാകെ. അതിലെ ഈ വെള്ളാർമല സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ പെർഫോമൻസ് ഉണ്ട്. തീർച്ചയായും അതാണ് ഇതിലൊരു അതിജീവനം എന്ന് പറയുന്നത്. അവരുടെ അത്രയും ദുരിതത്തിൽ നിന്ന് വന്ന കുട്ടികളെ ഏതാണ്ട് 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം അവർ ജില്ലാതലത്തിലൊക്കെ അവതരിപ്പിച്ച് വരുന്നതാണ്. അവർ ആ തരത്തിലേക്ക് ഇവിടേക്ക് വരികയാണ്. വലിയ അവരെയും കൂടി ചേർക്കുകയാണ്. നമ്മളും ഒപ്പമുണ്ട് എന്നുള്ള തോളത്തൊരു കൈയിടുക എന്ന് പറയുന്നില്ല. അതേപോലെ അത്രയും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടെ അവരെയും കൂടെ ക്ഷണിക്കുന്നു. അവർ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് ട്രെയിനിന്. അവരവിടെ നിന്ന് വിളിക്കുന്നു. അവർ രാവിലെ പുലർച്ചയോടെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം, ആ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം 2 പരിപാടികളാണ് നടക്കുക. ഒന്ന് കാവാലം ശ്രീകുമാറാണ് ഇത്തവണത്തെ ചിട്ടപ്പെടുത്തി. ആ പരിപാടിയാണ് ആദ്യം നടക്കുക. കലാമണ്ഡലത്തിലെ കുട്ടികൾ അവർ ആ പരിപാടി അവതരിപ്പിക്കും. അതിനുശേഷം ആണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. അവർക്കൊരു നാടകവും കൂടിയുണ്ട്, അത് പിന്നീട് വരും. അപ്പോൾ ആദ്യം അവരുടെ കൂടി പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വേദി ഉണരുന്നു. ഇത് മാത്രമല്ല 26 വേദികളുണ്ട്. അതിൽ തന്നെ രാവിലെ തന്നെ അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ പറയല്ലോ മോഹിനിയാട്ടക്കാരി എന്ന് പറയുന്നത്. രാവിലെ തന്നെ മോഹിനിയാട്ടം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങും. നമ്മുടെ മന്ത്രി GR അനിൽ വരുന്നുണ്ട്. അദ്ദേഹത്തെ ഇവിടുന്ന് സംസാരിച്ച് പോവാണ്. മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ഫുൾ ഓൺ ആവാൻ പോവാണ്. അതെ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന്റെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അത് ഏറ്റെടുത്തും കഴിഞ്ഞു. അതാണ് ഇവിടെ ഇന്ന് വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ കലാരൂപങ്ങൾ പലതും കണ്ടു തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ എല്ലാ ക്രമീകരണങ്ങളും സെറ്റല്ലേ? എല്ലാ ക്രമീകരണങ്ങളും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ വിവിധ കമ്മിറ്റികൾ, അതിൻ്റെ അംഗങ്ങൾ, വിശേഷിച്ചും ജനപ്രതിനിധികളായിട്ടുള്ള ഭാരവാഹികൾ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഭക്ഷണപ്പുരയിൽ പോയിരുന്നു. ഇന്ന് പുട്ടും കടലയാണ്. എല്ലാം തയ്യാറായി കഴിഞ്ഞു. കുട്ടികളെത്തിയാൽ കൊടുക്കാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതെ, അധ്യാപകരും വിളമ്പ് കൊടുക്കാൻ വേണ്ടി നെടുമങ്ങാട് ടീമാണ് രാവിലെ ഓരോ സബ് ജില്ലയിൽ നിന്ന് ഒരു ദിവസം. ഇപ്പോൾ ഇന്ന് നെടുമങ്ങാടാണ്. ഒരു ഭാഗത്ത് 30ഓളം അധ്യാപകർ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു. വനിതകളടക്കം എത്തിയിട്ടുണ്ട്. മറ്റധ്യാപകർ രാവിലെ ഞാൻ 6:30 മണിക്കോടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാ സംവിധാനം റെഡി ആയിട്ടുണ്ട്. കടലെ തിളച്ചാൽ എല്ലാം തിളച്ചു കഴിഞ്ഞു. മോഹൻ നമ്പൂതിരി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതെ, എന്തായാലും നമ്മുടെ സംഘാടന പ്രവർത്തനങ്ങളിൽ നല്ല മികവാണ് പൊതുവിൽ എല്ലാ ഭാഗത്തും കാണാൻ കഴിയുന്നത്. ഇതൊരു ഞാൻ നേരത്തെ പറയുന്നത് കുട്ടികളുടെ കളിയാണ്. പക്ഷേ അതിന് പുറകിൽ മുതിർന്ന ആളുകളുടെ ക്ഷീണമായൊരു പ്രവർത്തനമുണ്ട്, സർക്കാരിൻ്റെ ഒരു ഏകോപനമുണ്ട്. അതെല്ലാം ഉണ്ട്. രക്ഷകർത്താക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള, മാധ്യമങ്ങളോട് പറയാനുള്ളത്, കുട്ടികളുടെ മത്സരം മാത്രമാക്കി ഇത് മാറ്റണം. അതെ, കുട്ടികളുടെ മത്സരം മാത്രമാണ് ഇത് കുട്ടികളുടെ മത്സരം ഉത്സവമായി മാറണം. ഏറ്റെടുക്കാൻ പാടില്ല. സാധാരണ അധ്യാപകരും രക്ഷകർത്താക്കളും അതിൻ്റെ മറ്റ് കർട്ടൻ്റെ പുറകിൽ നിൽക്കുന്ന ചില അധ്യാപകരും എല്ലാവരും കൂടെ ഇത് ഏറ്റെടുത്താണ് ഇതിൽ കുട്ടികളെ അനാവശ്യമായി വഴിതെറ്റിക്കുന്നത്. അതിലേക്ക് പോകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗംഭീരമായിട്ട് അടുത്ത 5 ദിവസവും നിങ്ങളുടെ എല്ലാ സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാവും. താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ ഭക്ഷ്യ വകുപ്പ് മന്ത്രിക്ക് പറയാനുള്ളത് കേട്ടു. അല്ല, അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞത് കുട്ടികളുടെ കളിയാണ്. പക്ഷെ അത് കുട്ടികളുടെ കളിയായിട്ട് തന്നെ നിൽക്കണം. മുതിർന്നവരുടെ കളിയായിട്ട് അത് ഏറ്റെടുക്കരുത്. കളി കാണാൻ വേണ്ടി ഈ കലോത്സവം എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ഏത് സമയത്തൊക്കെ സ്കൂൾ കലോത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. അത് ഇതൊരു മത്സരം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് 1ാം സ്ഥാനം വേണ്ട ഗ്രേഡിലേക്ക് മാറിയത്. പക്ഷെ അപ്പോൾ പോലും നമ്മളിപ്പോൾ ഇത്തവണത്തെ ജില്ലാതലത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കോട്ടയത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. കൊല്ലത്ത് തരത്തിലേക്ക് മാറി. അപ്പോൾ അത്തരം ഒരു മത്സര ബുദ്ധി ഓൾറെഡി കണ്ടു കഴിഞ്ഞു ജില്ലാതലം വരെ. അത് സംസ്ഥാന തലത്തേക്ക് എത്തുമ്പോഴേക്കും പല സ്ഥലത്തും അതുണ്ടാവും. പ്രത്യേകിച്ച് നാടോടി നൃത്തം ഇത്രയും ഭയങ്കര തീപാർന്ന പോരാട്ടം എന്ന നിലയിലേക്ക് വരുന്ന അത്രയും ഗംഭീരമായ നാടകങ്ങൾ, ഒരു പക്ഷേ അസാധ്യമായിട്ടുള്ള പെർഫെക്ഷനോട് കൂടിയായിരിക്കും നാടകങ്ങൾ വരിക. അതായത് പ്രൊഫഷണൽ നാടകങ്ങളെ പോലെ അത്രയും നല്ല ഗംഭീരമായ നാടകങ്ങൾ ഉണ്ട്, അത്രയും ആളുകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് നാടോടി നൃത്തം. പെൺകുട്ടികളുടെ നാടോടി നൃത്തം എന്ന് പറയുന്നത് തീപാർന്ന പോരാട്ടമാണ്. അപ്പം അങ്ങനെ പോരാട്ടങ്ങൾ തുടരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.